ഓക്കെ, ഇനി നമ്മൾ ലോഗിൻ വൺസ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ഇവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പോകുന്നത് ഹോം സ്ക്രീനിലേക്കായിരിക്കും വരുന്നുണ്ടാവും. ഇതാണ് ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിലല്ല, ലെഫ്റ്റ് സൈഡിൽ, നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഹോം കാണാം, പ്രൊജക്ട്സ് കാണാം. പ്രൊജക്ട്സിനകത്ത് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകൾ ഉണ്ടാവും. ടെംപ്ലേറ്റിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെംപ്ലേറ്റുകൾ നിങ്ങൾക്ക് കാണാം. ആവശ്യമുള്ളത് എടുത്ത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇതിലേക്കൊക്കെ വരാം. ഇവിടെ ബ്രാൻഡ് ഉണ്ട്. ബ്രാൻഡ് പ്രീമിയം ഫീച്ചറിൽ വരുന്നതാണ്. ബ്രാൻഡ് കണ്ടന്റുകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കാനൊക്കെ ഉള്ളത്. ആൻഡ് ഇതിപ്പോൾ നമുക്ക് കറൻ്റ്ലി അഡ്മിൻസിന് മാത്രം ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ആപ്സിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഇതിൻ്റെ തേർഡ് പാർട്ടി ആപ്പ് പ്ലഗിനുകൾ കിട്ടും. ഇത് ക്ലാസ് വർക്ക് നമ്മൾ പറഞ്ഞല്ലോ, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ അത് ക്ലാസ് വർക്ക് ടീച്ചർക്കൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ആ കൊടുത്തിട്ടുള്ളത്. താഴെയായിട്ട് ട്രാഷ് ബിൻ കാണാം. നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള ഡാറ്റകൾ, ഡിലീറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റകൾ ഇവിടെ ആയിരിക്കും വരുന്നുണ്ടാവുക. ദെൻ ക്യാൻവ എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണാം. ഇവിടെ നമ്മൾ ഓരോ സ്ക്രീൻ എടുക്കുന്ന സമയത്ത്, ഇപ്പോൾ ഹോം എടുക്കുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും ഡീറ്റെയിൽ വരിക. ഇത് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തിട്ടുള്ള വർക്ക്, ഇത് നമ്മളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ള വർക്കുകളാണ്. ഇത് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തിട്ടുള്ള വർക്ക്. പ്രോജക്റ്റിനകത്ത് വരികയാണെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തിട്ടുള്ള പ്രോജക്റ്റുകൾ ഇവിടെ കാണാൻ പറ്റും. ഇനി ഹോമിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ടോപ്പിലായിട്ട് നമ്മളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണാം കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന അക്കൗണ്ട്. ഇത് പേഴ്സണലി ഫ്രീ യൂസ് ചെയ്തിട്ടുള്ളത്. ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ലോഗിൻ ചെയ്ത് വെക്കാനൊക്കെ പറ്റും. ഇവിടെ നോട്ടിഫിക്കേഷൻ ആണ്, അവരുടെ സൈഡിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻസ്. ഇത് സെറ്റിങ്സ് ആണ്. ആൻഡ് ഇതാണ് ഇതിൽ ഡീഫാൾട്ടായിട്ട് കൊടുത്തിട്ടുള്ള ടെംപ്ലേറ്റിൻ്റെ, അതായത് ഡയറക്റ്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ടെംപ്ലേറ്റിൻ്റെ ഓപ്ഷൻസുകൾ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇവിടെയാണ് നമ്മൾ കസ്റ്റം ആയിട്ടുള്ള സൈസ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ്, സ്ക്വയർ ആണ് വേണമെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റഗ്രാം പോസ്റ്റിൻ്റെ ഒരു സൈസ് കാര്യങ്ങളിലേക്ക് ഒരു ഡിസൈൻ ക്രിയേറ്റ് ആയിട്ട് വരും. ആൻഡ് ഇതിനകത്ത് ഒത്തിരി ഇൻസ്റ്റഗ്രാം പോസ്റ്റേഴ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ ഏതാണോ വേണ്ടത് അത് ജസ്റ്റ് ഇതിൽ ഈ എഡ്യു എന്ന് കൊടുത്തേക്കുന്നതൊക്കെ പ്രീമിയം ആണ്. നിങ്ങൾ ഫ്രീ വേർഷൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇവിടെ ഒരു ക്രൗണിൻ്റെ സിമ്പിളായിരിക്കും ഉണ്ടാവുക. ഇത് പ്രീമിയം ഫീച്ചേഴ്സ് ആണ്. അപ്പോൾ ഏതാണോ വേണ്ടത് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക, ഇതിലേക്ക് അത് അപ്ലൈ ആവും. നിങ്ങൾക്ക് വേണ്ടത് ഇവിടെ മാറ്റം വരുത്തുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത്. ഫോട്ടോസ് ബാക്കി കാര്യങ്ങൾ എന്താണോ ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇത് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നോക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈറാർക്കി സാധനങ്ങളൊക്കെ ഇവിടെ കാണാം. ഇവിടെ ഇത് എന്താണ് പ്രോഡക്റ്റ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ബിരിയാണിയാണ്, എസ്പെഷ്യലി ഫോർ യു. ഡെലിവറിക്കുള്ള നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസ്കൗണ്ട് 30% ഡിസ്കൗണ്ട് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ഹൈറാർക്കി സാധനങ്ങൾ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ബ്രാൻഡ് ലോഗോ കൊടുത്തിട്ടുണ്ട്. പേര് വേണമെങ്കിൽ അവിടെ കൊടുക്കാം. ആൻഡ് ഇവിടെ ഓർഡർ നൗ, കോൾ ഇൻ ആക്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാം ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ഓർഡർ നൗ കൊടുത്തു കഴിഞ്ഞാൽ താഴെ അവിടെ ഓർഡർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. കോൾ ബാക്ക് ആക്ഷൻ അതിനകത്ത് തന്നെ കാണാം. പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. അപ്പോൾ പിന്നെ ഇവിടെ നമ്പറും ഫോൺ നമ്പറും ബാക്കി കാര്യങ്ങളൊക്കെ കൊടുത്തതിൻ്റെ ഭംഗി കളയാണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങളാണ് അറിയേണ്ടത്. അത്രയും കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇനി നമ്മളിപ്പം ചൂസ് ചെയ്തത് ഒരു ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്, പോസ്റ്ററാണ്. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് പോസ്റ്റേഴ്സ് ഇവിടെ സജഷനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഭംഗിയുള്ള ഒത്തിരി പോസ്റ്റേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിലേതെങ്കിലുമാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇപ്പോൾ ഇതിന് പകരം എനിക്ക് ഇതാണ് വേണ്ടതെങ്കിൽ ജസ്റ്റ് വൺ ക്ലിക്ക് അത് ചേഞ്ച് ചെയ്ത് ഇത് വന്നു. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഡിസൈന് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ടെംപ്ലേറ്റിൽ നിന്ന് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതല്ല നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് ബ്ലാങ്ക് ആയിട്ടുള്ള ഒരെണ്ണമാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ക്രിയേറ്റ് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള രീതിക്ക് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് തുടങ്ങാം. അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. ആൻഡ് ഇവിടെ അപ്ലോഡ് മീഡിയ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ ലോഗോസും അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോസൊക്കെ ഡയറക്റ്റ് അപ്ലോഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനാണുള്ളത്. നമ്മൾ ഉപയോഗിക്കുന്നതിൽ ഇപ്പം പ്രീമിയം ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഡാറ്റകൾ 50 GB കൂടുതൽ ഡാറ്റകൾ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് വെക്കാം. ആൻഡ് ഫ്രീ വേർഷൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 5 GB ഡാറ്റയാണ് കിട്ടുക. മോറിൽ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ്, കൂടുതൽ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. വെബ്സൈറ്റ്, അതുപോലെ പ്രസൻറ്റേഷൻ, സോഷ്യൽ മീഡിയ തുടങ്ങിയിട്ടുള്ള ഒത്തിരി ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇവിടെ മുമ്പ് ചെയ്തിട്ടുള്ള റീസെൻറ്റ് പ്രോജക്റ്റ്, ഞാൻ ചെയ്തിട്ടുള്ള റീസെൻറ്റ് പ്രോജക്റ്റുകളാണ് ഇവിടെ കാണാനുള്ളത്. ഇവിടെ പ്രോജക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും അത് കാണാൻ പറ്റും, റീസെൻ്റ് ആയിട്ടുള്ള ചെയ്തിട്ടുള്ള. അതുപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോസ്, മറ്റു കാര്യങ്ങളൊക്കെ അവിടെ കാണാം. ഇനി ടെംപ്ലേറ്റിൽ വന്നു കഴിഞ്ഞാൽ
ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ തൊട്ട് മുമ്പ് എടുത്തതായതുകൊണ്ട് ഇൻസ്പയർഡ് ബൈ ലാസ്റ്റ് ഡിസൈൻ, നമ്മൾ ലാസ്റ്റ് ചെയ്തത് കൊണ്ടാണ് ഈ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഇവിടെ അപ്കമിങ് ഇവൻറ്റ്സിനകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളെ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാം സ്റ്റോറീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം, അങ്ങനെ ഓരോ ഇതിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളതായിട്ട് കാണാം, നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച്. ഇവിടെ ടെംപ്ലേറ്റിൻ്റെ കാറ്റഗറി കാണാം, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാറ്റഗറി, അത് നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, സോഷ്യൽ മീഡിയ റിലേറ്റഡ്, ഇങ്ങനെ എല്ലാ ഡീറ്റെയിലും ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം നമുക്കിനി ഒന്ന് ഡിസൈൻ ചെയ്ത് നോക്കാം. ആദ്യം ഞാൻ ഫ്രം സ്ക്രാച്ച്, ഫ്രീ ആയിട്ട് സ്ക്രാച്ചിൽ നിന്നാണ് ഡിസൈൻ ചെയ്ത് തുടങ്ങുന്നത്. അതായത് ഒന്നുമില്ലാത്തതിൽ നിന്ന് എങ്ങനെ ഡിസൈൻ ചെയ്യാന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ടൂൾസ് കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ക്രിയേറ്റ് ഡിസൈൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയായിരിക്കും വരിക. നമ്മൾ നേരത്തെ എടുത്തോടത്തുനിന്നല്ല, ഇവിടുന്നാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഇതിൽ ഏത് ടൈപ്പ് ആണ് വേണ്ടത് എന്നുള്ളത് ചൂസ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് വിസിറ്റിംഗ് കാർഡാണ് വേണ്ടതെങ്കിൽ നമുക്ക് അതിൻ്റെ സൈസ് അറിയില്ല. ആദ്യം നമ്മളത് ഗൂഗിൾ ചെയ്ത് നോക്കണം ഏത് സൈസാണ് വേണ്ടത് എന്നുള്ളതിനെ കാര്യമൊക്കെ സൈസൊക്കെ നോക്കണം. സോ ഇവിടെ അങ്ങനത്തെ ആവശ്യമില്ല. ഇപ്പോൾ ബിസിനസ് കാർഡാണ് വേണ്ടതെങ്കിൽ ബിസിനസ് കാർഡ് എന്ന് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പോർട്രേറ്റ് വേണോ, ലാൻഡ്സ്കേപ്പ് വേണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കാണിച്ചു തരും. സോ ദയവായിട്ട് ആ മൈക്രോഫോൺ ഒന്ന് ഓഫ് ചെയ്യണേ, ലാസ്റ്റ് ജോയിൻ ചെയ്ത ആൾ. ഓക്കെ, ഇതിൽ നിന്ന് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്യാം. ഞാൻ അതല്ല നോക്കുന്നത്, നമ്മുടെ കസ്റ്റം സൈസ്, നമ്മളൊരു സൈസ് എൻറ്റർ ചെയ്തിട്ട് അത് ഡിസൈൻ ചെയ്യാൻ എങ്ങനെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ഇത് നിങ്ങൾക്ക് പ്രീമിയം ഉപയോഗിക്കുന്നവർക്ക് അല്ലാത്തവർക്കൊക്കെ ഉപയോഗിക്കാവുന്ന ഫീച്ചേഴ്സാണ് കേട്ടോ. ഇതിൽ പ്രീമിയം ഉപയോഗിക്കുന്നവർക്കുള്ള ഫീച്ചേഴ്സ് ഞാൻ വരുന്ന സമയത്ത് ഇത് പ്രീമിയം എന്ന് പറയും, അല്ലാത്ത എല്ലാ ഫീച്ചേഴ്സും എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. എനിവേ, ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സൈസ് എൻ്റർ ചെയ്ത് കൊടുക്കാം. വിഡ്ത്ത് ആൻഡ് ഹൈറ്റ്. ആദ്യം മെഷറിംഗ് യൂണിറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കണം. പിക്സൽസ് ആണെങ്കിൽ നമ്മൾ ഇൻ്റർനെറ്റ് പരിപാടികൾക്കൊക്കെ നമ്മൾ പിക്സൽസ് ആണ് ഉപയോഗിക്കുക. സാധാരണ നമ്മൾ അളവ് ചൂസ് ചെയ്യുന്നത് ഇഞ്ചസിലോ മില്ലിമീറ്ററിലോ സെൻറ്റിമീറ്ററിലൊക്കെ ആയിരിക്കും. അത് ഏത് യൂണിറ്റ് ആണോ നമ്മൾ ഉപയോഗിക്കുന്നത് അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാൻ 6.7 ഇഞ്ചസിലാണ്, 6.5 എന്ന് പറയുന്ന ഇഞ്ചസിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചോളൂ. 6.4 സോറി. അപ്പോൾ 6 വിഡ്ത്ത്, 6 ഹൈറ്റ്, 4 വിഡ്ത്ത്. ഒരു ഫോട്ടോ സൈസ്, സാധാരണ ഫോട്ടോഗ്രാഫിയുടെ ഒരു സൈസ് എന്നുള്ള രീതിയിൽ കാർഡ് സൈസ്. ഓക്കെ, ക്രിയേറ്റ് ഡിസൈൻ കൊടുക്കാം. ഇപ്പോൾ ഒരു ബ്ലാങ്ക് ഡിസൈൻ കാണിക്കും. ഈ സൈസുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഈ റേഷ്യോ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ബാക്കി പോസ്റ്റേഴ്സും ടെംപ്ലേറ്റ്സുകൾ ഇവിടെ കാണിക്കും. ഓക്കെ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. അങ്ങനെയല്ലല്ലോ, നമ്മൾ ഡയറക്റ്റായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഇതിനകത്തൊരു ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഞാനൊരു റിയൽ എസ്റ്റേറ്റ് സംഭവമാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ വേണ്ട ഒരു ഹോം ബേക്ക് സാധനം ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന് ബാക്ക്ഗ്രൗണ്ട് വേണം. അപ്പോൾ ഈ എലമെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക. എലമെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ടൈപ്പ് എലമെൻറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ ആദ്യം എന്തൊക്കെ ടൈപ്പ് എലമെൻറ്റ്സ് ആണ് ഉള്ളത് കാര്യം നമുക്കൊന്ന് നോക്കാം. ഫ്രെയിംസ്, ലൈൻസ്, ആരോസ്, ഇത് എൻ്റെ മുമ്പത്തെ ഡിസൈനിങ്ങിന് ഞാൻ ഉപയോഗിച്ച കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വരുന്നത് ഷേപ്സ് ആണ്. ഇതിൻ്റെ ഈ ഷേപ്സിൻ്റെ ഭാഗത്ത് ഇവിടെ സി ഓൾ, ഇതൊക്കെ ഏകദേശം ഇതുപോലെ തന്നെയാണ് കേട്ടോ മൊബൈലിൽ വരുന്നത്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലൈൻസിൻ്റെ ഒരു സെഗ്മെൻറ്റ് കാണാം, അതുപോലെ തന്നെ ഷേപ്സിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഷേപ്സും ഇവിടെ കാണാം. ദെൻ ഗ്രാഫിക്സിനകത്ത് വന്നു കഴിഞ്ഞാൽ കുറേയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രാഫിക്സുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ക്യാൻവയുടെയൊക്കെ ഗ്രാഫിക്സ് കണ്ടോ, ഇതൊക്കെ പോസ്റ്റേഴ്സിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ഗ്രാഫിക്സ് ആണ്. മാജിക് റെക്കമെൻഡേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മളുടെ ഡിസൈനെ ബേസ് ചെയ്തിട്ട് അവർ റെക്കമെൻഡ് ചെയ്ത് തരുന്നതാണ് ഫീച്ചേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിനൊക്കെ അകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള ബാക്കിയെല്ലാം അവിടെ കാണാം. ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് തിരിച്ചു പോവാം. സ്റ്റിക്കേഴ്സ്, ഇങ്ങനെ എലമെൻറ്റ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ എലമെൻറ്റ്സിനകത്താണ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ ഇമേജ് ജനറേറ്റർ ഉണ്ട്, അത് ഉപയോഗിച്ച് നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യാം. സ്റ്റിക്കേഴ്സ് ഉണ്ട്, ഫോട്ടോസ് ഉണ്ട്.
ഇനി ഫോട്ടോസ് ഏത് ടൈപ്പിലെ ഫോട്ടോസാണ് വേണ്ടെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, അത് നമുക്ക് ഇവിടുന്ന് കിട്ടും. ആൻഡ് വീഡിയോസ് വേണമെങ്കിൽ അതും ഇവിടെ കിട്ടും. അതുപോലെ തന്നെ ചാർട്ട്, ഓഡിയോസ് ആൻഡ് ടേബിൾസ്, ദെൻ ഫ്രെയിംസ്, ഗ്രിഡ്സ്, ഇങ്ങനെ കുറേ അധികം മോക്കപ്സ്, ഒരുപാട് ഐറ്റംസ്, എല്ലാ ടൈപ്പ് ഓഫ് എലമെൻസുകളും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഡിസൈനാണ് ഞാൻ ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ഗ്രിഡ്സ് ആണ് വേണ്ടത്. ഗ്രിഡ്സ് ആണ് സിംഗിൾ ഗ്രിഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ജസ്റ്റ് വൺ ക്ലിക്ക് ചെയ്യുക, ഇവിടെ ഒരു സാധനം പ്ലേസ് ആവും. ഇങ്ങനൊരു സംഭവമായിരിക്കും വരിക. ഇതിനകത്തേക്കാണ് നമ്മൾ ഫോട്ടോ ഇടാനായിട്ട് പോകുന്നത്. പിന്നെ നമുക്കൊരു ഫോട്ടോയാണ് വേണ്ടത്, ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോയാണ് വേണ്ടത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് ഫോട്ടോസ്, ഇത് ആപ്പായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഈ ആപ്പിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാം നിങ്ങൾക്ക്. ഇതിലാവശ്യമുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലിസ്റ്റായിട്ട് വന്നോളൂ. അപ്പോൾ ഇതിനകത്ത് ഓഡിയോ ഇല്ല. ഞാനിത് ഓഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയോ ഇവിടെ വരും. കണ്ടോ, ഫസ്റ്റ് ഓപ്ഷനിൽ ഓഡിയോ കൂടെ കയറി വരും. വേണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ആവും. അപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഓൾറെഡി ഞാൻ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോക്ക് പറ്റിയിട്ടുള്ള കുറേ അധികം എലമെൻസുകൾ ഇവിടെ കാണാൻ സാധിക്കും. അബ്സ്ട്രാക്റ്റ് ഉണ്ട്, ഗ്രേഡിയൻ്റ് ഉണ്ട്, പാറ്റേൺസ് ഉണ്ട്, ലാൻഡ്സ്കേപ്പ് ഉണ്ട്, ഇങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഇവിടെ കാണാം. ഈ കളറാണ് എടുത്തിട്ടുള്ളത്. സോ ഇതാണ് എനിക്ക് വേണ്ടത്. ഇതൊക്കെ പ്രീമിയം സാധനങ്ങളാണ് കേട്ടോ. ജസ്റ്റ് വൺ ക്ലിക്ക്, ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിലേക്ക് പ്ലേസ് ആവും, കറക്റ്റായിട്ട് സൈസിൽ പ്ലേസ് ആവും. ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഫുൾ സൈസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഏത് പൊസിഷനിലേക്കാണ് മാറ്റേണ്ടത് അത് നിങ്ങൾക്ക് ഇതുപോലെ മാറ്റാം. ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. മൊബൈലിലാണെങ്കിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇതിന് റൊട്ടേഷൻ ചെയ്യാനൊക്കെ ഇതിനകത്ത് ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ, ചെറുതാണെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാം. സ്മാർട്ട് ക്രോപ്പ് എന്നൊക്കെ പറയുന്ന ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ പ്രീമിയം ഫീച്ചേഴ്സാണ്. ഡൺ കൊടുക്കാം. കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഡൺ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റായി. ഇനി നമുക്കൊരു ഫുഡിൻ്റെ ഫോട്ടോ ആണ് വേണ്ടത്. ലൈക്ക് ഇവിടെ ഇതിൽ വലിച്ചിട്ട് കഴിഞ്ഞാൽ അതിലേക്ക് പ്ലേസ് ആവും. നമുക്ക് അങ്ങനെ വേണ്ട, ജസ്റ്റ് ഇവിടെ തന്നെ വെച്ചാൽ മതി. തൽക്കാലം ഇത് നിൽക്കട്ടെ, നമുക്ക് പിന്നീട് ബാക്ക്ഗ്രൗണ്ട് മാറ്റാം. എന്തോ ഒരു എറർ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ എലമെൻറ്റ് റെഡിയായി. ഇനി നമുക്ക് ടെക്സ്റ്റ് ആണ് ആഡ് ചെയ്യേണ്ടത്. അടുത്തതാണ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എലമെൻസിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള, ഇനി ബാക്കി ഇതിനകത്ത് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാം. റെസൊല്യൂഷൻ കൊടുക്കാൻ പറ്റില്ല. റെസൊല്യൂഷൻ 200 റെസൊല്യൂഷൻ ആണ്, അല്ല സോറി 72 ആണ് വരിക. ഇത് സ്ക്രീൻ പർപ്പസിന് വേണ്ടി വരുന്നതാണ്. നിങ്ങൾക്ക് ഹയർ സൈസിൽ വേണമെങ്കിൽ ചെയ്യാം. പ്രീമിയം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് സൈസിൽ തന്നെ അത്യാവശ്യം റെസൊല്യൂഷൻ തന്നെ കിട്ടും. ടെക്സ്റ്റ് ആണ് വേണ്ടത്. സോ ടെക്സ്റ്റ് ചൂസ് ചെയ്യുന്നു. ഇവിടെ ടെക്സ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മലയാളം ഉള്ളത് കൊണ്ട് നമ്മളുടെ ഈ സബ്സ്ക്രിപ്ഷനകത്ത് നമ്മൾ മലയാളം ആഡ് ചെയ്തുകൊണ്ട് മലയാളം ഫോണ്ടുകൾ, അതിൻ്റെ സാധനങ്ങൾ ഇവിടെ കാണാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്ത്, സോറി അതിൽ ക്ലിക്ക് ചെയ്യേണ്ട, ഇതിൽ ഫസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് ബ്രാൻഡ് കണ്ടന്റ് ആഡ് ചെയ്തിട്ടുള്ളതാണ്. സോ മലയാളം ഇവിടെ കാണാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്നതാണ് ഡീഫോൾട്ട് ടെക്സ്റ്റ് സ്റ്റൈൽ. ടെക്സ്റ്റ് സ്റ്റൈൽ 3 കാറ്റഗറിയാണ് ടെക്സ്റ്റിനെ നമ്മൾ സാധാരണ കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് ഹെഡിങ്, രണ്ടാമത് സബ് ഹെഡിങ്, മൂന്നാമത്തത് ടൈറ്റിൽ ടെക്സ്റ്റ്, ബോഡി ടെക്സ്റ്റ്. ടൈറ്റിൽ ടെക്സ്റ്റ് അല്ല, ബോഡി ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏത് ടൈപ്പാണ് വേണ്ടത് അത് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഡീഫോൾട്ടായിട്ട് കുറേ അധികം ഫോണ്ട് കോമ്പിനേഷൻസ് ടെക്സ്റ്റ് കോമ്പിനേഷൻസ് കൊടുത്തതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏത് ടെക്സ്റ്റ് ആണോ വേണ്ടത്, ഏത് കൈൻഡ് ഓഫ് ടെക്സ്റ്റ് ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. നമുക്ക് ആദ്യം ബ്ലാങ്കിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. സോ ബ്ലാങ്ക് എടുക്കാം. ആഡ് ഹെഡർ ടെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ ഇതിലാണ് നമ്മൾ മെയിൻ ടെക്സ്റ്റ് കൊടുക്കാനായിട്ട് പോകുന്നത്. ജസ്റ്റ് ഞാൻ ഫ്രീ കൊടുക്കുന്നു. ക്യാച്ചിങ് പോയിന്റ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാച്ചിങ് എലമെന്റ്സ് ആണ്. ജസ്റ്റ് ഫ്രീ. ഓക്കെ, ഇതിൽ ആവശ്യമുള്ള ഫോണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ചൂസ് ചെയ്ത് കൊടുക്കാം. ഫോണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഫോണ്ടുകൾ വരും. ഇതിൽ റീസെൻ്റ്ലി യൂസ് ചെയ്ത ഫോണ്ട് കാണാം. ആൻഡ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫോണ്ട്സ് ഇവിടെ ഉണ്ട്. ഇനി ഈ ഫോണ്ടിൻ്റെ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഫോണ്ടിൻ്റെ നെയിം അറിയെങ്കിൽ ഇവിടെ സെർച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റൈറ്റിംഗ്, കോർപ്പറേറ്റ്, ഡിസ്പ്ലേ ഫോണ്ട്, ഇങ്ങനെ ഹെഡിങ് ഫോണ്ട്, പാരഗ്രാഫ് ഫോണ്ട് എന്നൊക്കെ പറഞ്ഞ കുറേ കാറ്റഗറി ഉണ്ട്. ഇതിനകത്ത് നമുക്ക്
ആവശ്യമുള്ളത് ചൂസ് ചെയ്യുക. ഇപ്പോൾ ഹെഡിങ് ആണ് നമ്മൾ എടുക്കുന്നത്, അപ്പോൾ കുറച്ചുകൂടി ബോൾഡായിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോണ്ടുകൾ നമുക്ക് ഇതിനകത്തുനിന്ന് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ ഇതൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഇപ്പോൾ ട്രെൻഡിങ് ഫോണ്ടുകളിൽ വരുന്ന ഫോണ്ടാണ്. അപ്പോൾ ആവശ്യത്തിന് സൈസ് ഇവിടെ വെച്ചിട്ടോ നിങ്ങൾക്ക് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്തിട്ടോ ഈ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇതാണ് ഞാൻ ഫസ്റ്റിൽ പറഞ്ഞ നമുക്ക് സൈസ് ഈസി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനാണ്. ഇനി കളർ ചേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ ടെക്സ്റ്റ് കളർ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കളർ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇതിൽ ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇമേജ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇമേജിനകത്തുള്ള കളർ നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് തന്നെ ചൂസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കളർ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സാധനം ഭയങ്കര ഈസി ആയിട്ട് കിട്ടും. നമ്മൾ ഇമേജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കളർ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി ഡിഫറെൻറ്റ് കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ചൂസ് ചെയ്തെടുക്കാം. അല്ല, നിങ്ങളുടേതായിട്ടുള്ള കളർ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കളർ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഏത് ഹ്യൂ ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിലെ സാച്ചുറേഷനോ ഡാർക്ക്നെസ്സോ വട്ടവർ എന്താണോ വേണ്ടത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇമേജിനകത്ത് നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് കളറാണ് വേണ്ടത്, അല്ലെങ്കിൽ ഈ ഡിസൈനകത്ത് നിന്ന് വേറൊരു സ്ഥലത്ത് നിന്നാണ് വേണ്ടെങ്കിൽ ഇവിടെ ഐ ഡ്രോപ്പർ ടൂൾ ഉണ്ട്, ഇതെടുക്കുക. ഇമേജിലോ എവിടെയാണ് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിസൈനകത്ത് എവിടെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ആ കളർ എടുത്തു വെക്കാം. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഓർക്കേണ്ടത്, കോൺട്രാസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള സംഭവം. അപ്പോൾ ഫ്രീ കൊടുത്തു. ഇനി അടുത്ത ഒരു ടെക്സ്റ്റ് ഇതേപോലെ തന്നെയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാം. ഇതൊരു ട്രിക്കാണ്, ഇതിന് നേരെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഇപ്പോൾ ബൈ 1 get 1 ആണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ബൈ 1 plus get 1. ഓക്കെ, ഇപ്പോൾ ഇതേ സൈസിലായിരിക്കും വരുന്നുണ്ടാവുക, അതേ ഫോണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ യുണീക്ക്നെസ് അല്ലെങ്കിൽ യൂണിഫോമിറ്റി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും ബൈ 1 get 1. ഓക്കെ, ഇപ്പോൾ ഇത് ഞാൻ സ്മോൾ ലെറ്ററിലാണ് അടിച്ചിട്ടുള്ളത്. ക്യാപിറ്റൽ ലെറ്റർ ആക്കണം, അപ്പർ കേസിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ആക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബൈ 1 get 1 ഇതിൽ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പർ കേസിലേക്ക് മാറിക്കോളും. അത് ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ ഈ ബോർഡർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി അലൈൻമെൻ്റ് ആകുന്നത് നിങ്ങൾക്ക് കാണാം. ഇതൊരു ഗ്രിഡ് വൈസ് ഇവിടെ അലൈൻമെൻ്റ് ആകുന്നുണ്ട്, കണ്ടോ? ഇനി ഇത് ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമേജിൻ്റെ സെൻറ്ററിലേക്ക്, ഡിസൈനിൻ്റെ സെൻറ്ററിലേക്ക്, പേജിൻ്റെ സെൻറ്ററിലേക്ക് ഇത് അലൈൻമെൻ്റ് ആയിട്ട് വരും. കറക്റ്റായിട്ട് ഗ്രിഡ് വൈസ് നമുക്കിത് അലൈൻമെൻറ്റ് കാണിച്ചു തരും. ഓക്കെ, സോ ബൈ 1 get 1 പേര് റെഡി. ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് ഇവിടെ വേറെയും ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ, സ്ട്രൈക്ക് ത്രൂ എന്നൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ ഒന്നിൽ കൂടുതൽ ടെക്സ്റ്റുകളുള്ള ടൈപ്പിംഗ് സാധനങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അലൈൻമെൻറ്റ് ഓപ്ഷൻ ഉണ്ട്, ബുള്ളറ്റ് ഓപ്ഷൻ ഉണ്ട്. ഇനി ടെക്സ്റ്റിൻ്റെ ഇത് 2 ലൈൻ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്പേസിങ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതുണ്ട്, ലൈൻ സ്പേസും ലെറ്റർ സ്പേസും. അപ്പോൾ ഇത് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് കണ്ടോ ഒരുമിച്ച് വരുന്നത് കാണാം. ഇവിടെ സൂം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ, പേജ് സൂം ചെയ്യണമെങ്കിൽ സൂം ചെയ്ത് വെക്കാം. ഇതിൽ വന്ന് ഞാൻ ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് ഇതിൻ്റെ ലെറ്റർ സ്പേസ് കുറയ്ക്കുമ്പോൾ കണ്ടോ, ലെറ്റർ സ്പേസ് കൂട്ടുമ്പോൾ ആ ലെറ്റേഴ്സ് തമ്മിലുള്ള അകലം കൂടി വരും. ഇതാണ് ലെറ്റർ സ്പേസ്. മൾട്ടിപ്പിൾ ലൈൻസ് ഉണ്ടെങ്കിൽ ലൈൻസിൻ്റെ അകലം അഡ്ജസ്റ്റ് ചെയ്യുന്നത്, അത് ഏതിനെ ബേസ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. മറ്റൊന്ന് ട്രാൻസ്പെറൻസിയാണ്. ഇതിൻ്റെ ഒപ്പാസിറ്റി കൂട്ടാൻ ഒരു ലെയറിൻ്റെ മുകളിലൊക്കെ വെക്കുമ്പോൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇനി ടെക്സ്റ്റിൻ്റെ ഇഫക്റ്റ് പാനൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്, പ്രത്യേകിച്ച് ഇഫക്ട്സ് ഒന്നുമില്ല. ഷാഡോ ആഡ് ചെയ്യണമെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷാഡോസ് ആഡ് ചെയ്യാം. അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇവിടെ ഉണ്ട്. ഓഫ്സെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് മൂവ് ആകുന്നത് കാണാം. അതുപോലെ തന്നെ ഏത് ഡയറക്ഷനിലാണ് വേണ്ടത് അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ബ്ലർ ആവണമെങ്കിൽ ബ്ലർ ചെയ്ത് കൊടുക്കാം. ട്രാൻസ്പെറൻസി എത്രത്തോളം വേണം അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ കളർ, ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറാണ് വേണ്ടതെങ്കിൽ, ബ്ലാക്ക് ഒക്കെയാണ് വേണ്ടതെങ്കിൽ ബ്ലാക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. ബട്ട് ഏത് കളറാണോ നിങ്ങൾക്ക് വേണ്ടത് ചൂസ് ചെയ്ത് കൊടുക്കാം. അത്തരം ഓപ്ഷൻസ് ഇവിടെയുണ്ട്. ഇനി ഡിഫറെൻ്റ് ആയിട്ട് ഓരോ അഡ്ജസ്റ്റ്മെൻറ്റ്സിനും അതിൻ്റേതായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ ഉണ്ടാവുക. അപ്പോൾ ലിഫ്റ്റ് ആണെങ്കിൽ കണ്ടോ, ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാനും കുറയ്ക്കാനും മാത്രമുള്ള ഓപ്ഷനാണുള്ളത്. ഇനി ഹാലോ ആണെങ്കിൽ ഇതുപോലെ ലൈൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഇതിനകത്ത് ഒരു കളറും ലൈൻസും ആണ് വരുന്നത്. ഔട്ട്ലൈൻ ആണ് വേണ്ടതെങ്കിൽ ഇത് കൊടുക്കാം. ഔട്ട്ലൈൻ്റെ തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷന്. എക്കോ
ആൻഡ് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഗ്ലിച്ച്, നിയോൺ, ബാക്ക്ഗ്രൗണ്ട്, ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനുള്ള ഓപ്ഷന്. ആൻഡ് ഒന്നും വേണ്ടെങ്കിൽ നണ്ണ് കൊടുക്കാം. ഇനി മറ്റൊരു ഓപ്ഷനാണ് ഇവിടെയുള്ള ഷേപ്പ്. ഇപ്പോൾ കേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ റൗണ്ട് ആയിട്ട് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ബൈ വൺ ഗെറ്റ് വൺ ഒക്കെ ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ഇതിൻ്റെ സൈസ് നമുക്കിതുപോലെ കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. സി ഓക്കെ, അതിനനുസരിച്ച് ഡിസൈനിൻ്റെ സൈസ് മാറ്റിക്കൊടുക്കും. ഇനി അടുത്ത സംഭവമാണ് അനിമേഷൻ. നമുക്ക് പോസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇന്ന് വീഡിയോക്കാണ് കൂടുതൽ പ്രാധാന്യമുള്ളത് എന്നുള്ള. ഇവിടെ അനിമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അനിമേറ്റ് ചെയ്യാനുള്ള, ഈ ടെക്സ്റ്റ് അനിമേറ്റ് ചെയ്യാനും ഈ പേജ് മൊത്തത്തിൽ അനിമേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പേജ് കൊടുത്തു കഴിഞ്ഞാൽ എൻറ്റയർ പേജ് ആയിരിക്കും നമുക്ക് അനിമേറ്റ് ചെയ്യാൻ പറ്റുക. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള അനിമേഷൻ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. ഞാൻ സൂം ഔട്ട് ചെയ്യാം. ഓക്കെ, ഇത് പേജിനകത്തുള്ള മൊത്തം കണ്ടന്റുകൾ അനിമേറ്റ് ആവും. ഒരേ രീതിയിലുള്ള അനിമേഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഫറെൻ്റ് അനിമേഷൻ ആണ് വേണ്ടതെങ്കിൽ ടെക്സ്റ്റ് മാത്രമാണെങ്കിൽ ഇതിൽ സെലക്ട് ചെയ്യുക. ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അനിമേഷൻ ഓപ്ഷൻസ് കാണാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിലാണ് ആക്സെൻറ്റിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇതിനകത്ത് ഓൺ എൻ്റർ, ഇതിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് പ്ലേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഓൺ എക്സിറ്റ്, ഇത് എക്സിറ്റ് ചെയ്യുന്ന സമയത്തുള്ളത് ബോത്ത് കൊടുത്തു കഴിഞ്ഞാൽ വരുന്നതും പോകുന്നതും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. സ്പീഡ് ഇവിടെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇത് പ്രീമിയം ഫീച്ചറാണ്, ഫ്രീക്കകത്ത് ഇതില്ല. റൈറ്റിംഗ് സ്റ്റൈല് ലൈനായിട്ടോ അല്ലെങ്കിൽ വേർഡായിട്ടോ കൊടുക്കാം. ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാം. ഇത്രയും ഇതിനകത്തുള്ള ഈ ബാക്കി അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം പ്രീമിയം ഫീച്ചേഴ്സാണ് വരുന്നുണ്ടാവുക. ഇനി അനിമേഷൻ വേണ്ടെങ്കിൽ ഇവിടെ റിമൂവ് അനിമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അനിമേഷൻ അതിനകത്ത് നിന്ന് റിമൂവ് ആവുകയും ചെയ്യും. ദെൻ പൊസിഷൻ, അലൈൻമെൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അലൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ഈ പൊസിഷനകത്ത് വരുന്നത്. ഇവിടെ അറേഞ്ചിൽ പോയി കഴിഞ്ഞാൽ നമുക്കിത് ഡിഫറെൻ്റ് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ്, ഇപ്പോൾ സപ്പോസ് ഞാൻ ഇങ്ങനെ വെച്ചേക്കാണ്, ഇതിൻ്റെ താഴെയാണ് ഈ ഫ്രീ വരേണ്ടതെങ്കിൽ ബാക്ക്വേർഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ബാക്കിലേക്ക് പോകും. ഓക്കെ, അതുപോലെ ടോപ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ടു ഫ്രണ്ട് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ മുകളിലേക്ക് വരും. ഒരു ലെയർ മാത്രം മുകളിലേക്ക് വരാൻ ഫ്രണ്ട് എന്നുള്ള ഓപ്ഷനും, ബാക്ക്വേർഡ് കംപ്ലീറ്റ് ടു ബാക്ക്, ബാക്ക്വേർഡ് സിംഗിൾ ബാക്ക്, ഇത് എൻറ്റയർ ബാക്കാണ്. അതുപോലെ തന്നെ ഈ ലെയേഴ്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലെയേഴ്സ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തിട്ട് ഏത് പൊസിഷനിലാണ് വേണ്ടത് അങ്ങനെയും ചെയ്യാം. ഇവിടെ ഓവർലാപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഏതെങ്കിലും ഇതിൻ്റെ മുകളിൽ കയറി കിടക്കുന്ന സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനും അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ ഓവർലാപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഫ്രീ എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിലാണ്. അവിടെ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും ഓവർലാപ്പിംഗ് ഓപ്ഷൻ ഒഴിവായി പൊക്കോളും. ആൻഡ് ഇനി ഇപ്പോൾ 2-3 സാധനങ്ങളുണ്ട്. ഇതെല്ലാം ഒരേ അലൈൻമെൻറ്റിൽ ഒരേ പൊസിഷനിൽ ഇത് വരില്ല. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. ഇപ്പം ഇങ്ങനെ കിടക്കുന്നുണ്ടെന്ന് വിചാരിച്ചു. ഇതെല്ലാം നമുക്ക് ഒരേ അലൈൻമെൻറ്റ് പൊസിഷനിലാണ് വരേണ്ടതെങ്കിൽ പൊസിഷൻ കൊടുത്ത് അലൈൻ എലിമെൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ടോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം ടോപ്പ് ബേസ് ചെയ്തിട്ട് ഇതിൻ്റെ ഈ ടോപ്പ് ബേസ് ചെയ്തിട്ട് അലൈൻ ആവും. ഓക്കെ, ലെഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് ബേസ് ചെയ്തിട്ട് അലൈൻ ആവും. സെൻറ്റർ മിഡിലായിട്ട് അലൈൻ ആവും. ഇപ്പോൾ ഓൾറെഡി സെൻട്രൽ ആയതുകൊണ്ടാണ് ഇത് സെൻട്രൽ അലൈൻമെൻറ്റ് ഇനാക്റ്റീവ് ആയിട്ട് കിടക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് വെക്കാം. ഇപ്പോൾ സെൻറ്റർ ആക്റ്റീവ് ആയി. ഇപ്പോൾ ഇത് രണ്ടും സെൻട്രലിലേക്കായി. അതുപോലെ തന്നെ ബോട്ടം ബേസ്, ടോപ്പ് ബേസ്. ഇനി വിഡ്ത്തും ഹൈറ്റൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, റൊട്ടേഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിലുള്ള ഓപ്ഷൻസൊക്കെ ഇത്തരം കാര്യങ്ങളെല്ലാം ഈ പൊസിഷനകത്താണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ മറ്റൊരു ഓപ്ഷനാണ് ഈ സ്റ്റൈല് കോപ്പി ചെയ്യുന്നത്. ഇതിനകത്തുള്ള ഇതേ സ്റ്റൈൽ, ഇതേ ഫോണ്ട് നമുക്ക് മറ്റൊരു ടെക്സ്റ്റിനകത്ത് ആഡ് ചെയ്യണം എന്ന് വിചാരിച്ചു. ഞാൻ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സബ് ടൈറ്റിൽ ബൈ വൺ ഗെറ്റ് വൺ RS 125. എനിക്ക് ഇതിനും ഇതേ സ്റ്റൈലാണ് വേണ്ടതെങ്കിൽ ജസ്റ്റ് നമ്മളെ ഫോണ്ട് സെലക്ട് ചെയ്യുക, സ്റ്റൈലിൽ ക്ലിക്ക് ചെയ്യുക. ഏത് സ്റ്റൈലാണോ നമുക്ക് വേണ്ടത് അതിൽ കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിഞ്ഞു പോയി. സെലക്ട് ചെയ്തിട്ട് ഏതിലേക്കാണോ വേണ്ടത് അതിലേക്ക് കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇൻക്ലൂഡിങ് ദ കർവ്, ആ കർവ് അടക്കം ഇതിലേക്ക് കോപ്പി ആവും. അപ്പോൾ ഇത് കോപ്പി ചെയ്ത് ഈ ഇമേജിലേക്കാണ് വേണ്ടി എവിടെ കൊണ്ടുവച്ചാൽ ആ ഫോണ്ട് സൈസ് അടക്കമുള്ള മൊത്തം സെറ്റിങ്സും ഇതിലേക്ക് കോപ്പി ആവും. അപ്പോൾ സ്റ്റൈല് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ ഇത് ഉപയോഗിക്കാം. ഓക്കെ,
ക്ലിയർ ആണോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അടുത്തവിടെ ബ്രാൻഡാണ്. ബ്രാൻഡ് കറൻ്റ്ലി നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. ആൻഡ് അടുത്തത് അപ്ലോഡാണ്. നമ്മളുടെ ഫോട്ടോസ്, വീഡിയോസ്, ഓഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അപ്ലോഡ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കമ്പനിയുടെ ലോഗോസ് ബാക്കി കാര്യങ്ങളൊക്കെ അപ്ലോഡിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇവിടെ അപ്ലോഡ് കൊടുക്കാം. നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്തോ അല്ലെങ്കിൽ എവിടെയാണോ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡാറ്റ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ജസ്റ്റ് അപ്ലോഡ് കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ സപ്പോസ് ഈ പിക്ചർ എനിക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണം. ജസ്റ്റ് സെലക്ട് ചെയ്ത് ഓപ്പൺ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ അപ്ലോഡ് ആവും, ഇമേജ് അപ്ലോഡ് ആവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഡിസൈനിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ദാറ്റ് ഇസ്. അതുപോലെ തന്നെ വീഡിയോ ആഡ് ചെയ്യാം, ഓഡിയോ ആഡ് ചെയ്യാം. അടുത്തത് ഡ്രോ ആണ്. ഈ ഡ്രോ ഈ അനിമേഷനൊക്കെ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ഇതൊരു ഡ്രോയിങ് പർപ്പസ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് ഡ്രോ ചെയ്തെടുക്കാം. ഇത് മെയിൻലി ഉപയോഗിക്കുന്നത് അക്കാഡമിക് പർപ്പസിനാണ്. പഠിപ്പിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇങ്ങനെ ഇതാണ് പ്രയോറിറ്റി നമ്പർ 1 ഇങ്ങനെയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങളുടെ യൂസ് കേസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രോയിങ് ഒക്കെ അറിയുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ എലമെൻസുകൾ ഇതിനകത്തേക്ക് ഡ്രോയിങ് ചെയ്ത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിത് ഉപയോഗിക്കാം. അടുത്തത് പ്രോജക്റ്റാണ്. നമ്മളുടെ മുമ്പ് ചെയ്തു വെച്ച പ്രോജക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ, പ്രോജക്റ്റിനകത്തുള്ള ഡിസൈനോ മറ്റു കാര്യങ്ങളൊക്കെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനകത്ത് നിന്ന് ക്ലിയർ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മളിത് ഒരു കസ്റ്റം സൈസിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് വേണമെങ്കിൽ ഈ ഡിസൈന് ഇൻസ്റ്റഗ്രാം സ്റ്റോറി ആക്കണം അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ആക്കണം. അപ്പോൾ ആ ഒരു സൈസിലേക്ക് കൊണ്ടുപോയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള പ്രസൻറ്റേഷൻ ഇതിനകത്ത് നിന്ന് ഒരു പേജ് എനിക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണം എന്ന് വെച്ചോ. സപ്പോസ് ഞാനിത് സെലക്ട് ചെയ്തു, എനിക്കിപ്പം ഈ ഒരു സംഭവം ഇതിലേക്ക് ആഡ് ചെയ്യണം എന്ന് വെച്ചോളൂ. ജസ്റ്റ് 1 ക്ലിക്ക്, അതിലേക്ക് ആഡ് ആയി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡിസൈനിനകത്തുള്ള ഒരു കാര്യം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, പ്രോജക്റ്റിനകത്ത് നിന്ന് എടുക്കാം. ദെൻ ആപ്സ് ആണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ആപ്സുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്സ് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ദെൻ ഫോട്ടോസ് ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തതാണ്. നമ്മൾ 2 പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പേജ് ആവശ്യമില്ല, സോ ഇത് ഡിലീറ്റ് ചെയ്യാം. ആൻഡ് ബാക്ക്ഗ്രൗണ്ട്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട്സ്. ഇപ്പോൾ ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടിലേക്ക് തന്നെ ബാക്കിലേക്ക് തന്നെ അത് പൊക്കോളും. അല്ല ഗ്രിഡ് ആഡ് ചെയ്യണമെങ്കിൽ ഗ്രിഡ് ആഡ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ മാനുവലി ഡിസൈൻ ചെയ്തത്. ഒരു ഡിസൈൻ ആസ്പെക്റ്റിലോ കാര്യങ്ങളോ ഒന്നും അല്ല ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യം ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നതും എലമെൻസുകൾ ആഡ് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തത്. ക്ലിയർ ആണോ? ഇനി നമുക്ക് ഒരു ഡിസൈൻ, ഇപ്പോൾ ഈ ചെയ്ത സാധനം നമ്മളുടെ മാനുവലായിട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യാം, അനിമേറ്റ് ചെയ്യാം, അതായത് നോർമലി നമ്മൾ ചെയ്യുന്ന രീതിക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അതുപോലെ തന്നെ അതെങ്ങനെ സേവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളും നമുക്ക് നോക്കാം. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ഇവിടുന്ന് പോകണം. അതിന് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഹോം ബട്ടൺ കിട്ടും. ഹോം ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഹോമിലേക്ക് പോകാൻ പറ്റും. അല്ലെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് തന്നെ ന്യൂ ഡിസൈൻ എടുക്കാനാണെങ്കിൽ ന്യൂ ഡിസൈൻ ക്ലിക്ക് ചെയ്യാം. ഞാൻ ന്യൂ ഡിസൈൻ എടുത്തു. അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്തുള്ള ടെംപ്ലേറ്റ്സുകൾ സെർച്ച് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ എടുക്കാം. ഇപ്പോൾ ലൈക്ക് പ്രോജക്റ്റിൽ വന്നു കഴിഞ്ഞാൽ ടെംപ്ലേറ്റ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് കിട്ടും. നമുക്കൊരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ്. എന്തിനെക്കുറിച്ചുള്ള ഇൻസ്റ്റഗ്രാം സ്റ്റോറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി കിട്ടും. നമ്മൾ എന്തിനെക്കുറിച്ചുള്ളതാണോ എന്നുള്ള സ്പെസിഫിക് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും കുറച്ചുകൂടെ നന്നാവുക. ഇപ്പോൾ ഓഫർ ഇൻസ്റ്റ സ്റ്റോറി നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് സെർച്ച് ചെയ്യണമെന്നൊന്നുമില്ല. അത്യാവശ്യം വേർഡുകൾ ഉണ്ടായാൽ മാത്രം മതി കേട്ടോ. ഇപ്പോൾ ഇവിടെ ഓഫർ കൊടുക്കാനുള്ള സംഗതികളൊന്നും നമ്മൾ ഫുഡിൻ്റെ ഇതാണ് ഉപയോഗിക്കുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാനത് സെലക്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഏത് ഡിസൈനാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് ചൂസ് ചെയ്യാം. ഇതിൽ കുറേ അധികം നിങ്ങൾ എന്താ പറയുക, ഇതിനകത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ കൊള്ളാവുന്നതെല്ലാം പ്രീമിയം ഫീച്ചറിലായിരിക്കും വരിക. അപ്പോൾ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവില്ല. സോ ഇനി നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ പ്രീമിയം സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് സമയം എടുത്താലും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. കുറച്ച് സമയം എടുത്തിട്ട്
നിങ്ങൾക്ക് ആവശ്യമുള്ള, നിങ്ങൾക്ക് ആപ്റ്റാണെന്ന് തോന്നിയിട്ടുള്ള ഒരു സാധനം സെലക്ട് ചെയ്യുക. അത് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്, നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു നിങ്ങളെ കണ്ടൻറ്റായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഡിസൈൻ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഫുഡ് എന്നും കൂടെ ഇവിടെ കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇത് തന്നെ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു പോസ്റ്റർ വരും. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് പോസ്റ്ററുകളും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയക്ക് ഒരെണ്ണം ചൂസ് ചെയ്താൽ മതി. അതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റേഴ്സും ഇവിടെ കാണാൻ പറ്റും. ഒരുവിധം എല്ലാ സാധനങ്ങളും കാണാൻ പറ്റും. ഇനി ഇതിൽ അനിമേഷൻ വേണമെങ്കിൽ അതും ഒക്കെ ഇവിടെ കാണാം കേട്ടോ. ജസ്റ്റ് കസ്റ്റമൈസ് കൊടുക്കാം. ഇവിടെ 100% കസ്റ്റമൈസബിൾ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് എൻഷുർ ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് ഇത് ക്രിയേറ്റ് ചെയ്ത് ആള്. ഇതാണ് നമ്മളുടെ ഇതിൻ്റെ സൈസ് കേട്ടോ. 1080x1920 എന്ന് പറയുന്ന സൈസാണ്. ഇതാണ് ഈ ടെംപ്ലേറ്റിൻ്റെ പേരെന്ന് പറയുന്നത്. ഈ പേരൊക്കെ നമുക്ക് മാറ്റാം. ഈ ആളൊക്കെ വേണമെങ്കിൽ ഫോളോ ചെയ്തിട്ട് കഴിഞ്ഞാൽ ആളുടെ മറ്റ് ഡിസൈനുകൾ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആളുടെ പ്രൊഫൈൽ കാണാൻ പറ്റും. ആൻഡ് കസ്റ്റമൈസ് ദിസ് പേജ്. അപ്പോൾ ഇതൊരു പുതിയ പേജിലേക്ക്, നേരത്തെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മാറിയിട്ട് ഇതിപ്പോൾ മൊബൈൽ ആപ്പിലാണെങ്കിലും പുതിയൊരു പേജിലേക്കായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് വീണ്ടും തിരിച്ചു പോയി മറ്റൊരു ഡിസൈനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ എടുക്കാനുള്ള ഓപ്ഷനും കൂടെ ഉണ്ട്. കസ്റ്റമൈസ് കൊടുക്കുന്നു. ഇനി നമ്മളുടെ ആവശ്യമുള്ള കണ്ടന്റുകൾ ഇതിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിലെ മൊത്തത്തിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഡിസൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഓർമ്മയിൽ വെക്കുക. നമ്മളുടേതായിട്ടുള്ള ഒരു കണ്ടന്റ് ആദ്യം റൈറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ ടെംപ്ലേറ്റ് കണ്ടുപിടിക്കാനും കണ്ടുപിടിച്ച ടെംപ്ലേറ്റിലേക്ക് നമ്മളുടെ കണ്ടന്റ് ഈസി ആയിട്ട് ആഡ് ചെയ്യാനും ഈസി ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ടുഡേയ്സ് സ്പെഷ്യൽ മാറ്റിയിട്ട് ഓഫർ 50% ഓഫ്, 50% ഓഫർ എന്ന് ഞാനിവിടെ കൊടുത്തു. പ്രോഡക്റ്റ് ബർഗർ മാറ്റിയിട്ട് ബർഗർ നമുക്ക് ഒഴിവാക്കിയിട്ട് വേറൊരു സാധനം പിടിക്കാം. ഐസ്ക്രീം ആക്കാം. ഓക്കെ, ഐസ്ക്രീം ഞാൻ കൊടുത്തു. ആൻഡ് ഇതിനകത്തൊക്കെ എലമെൻസുകളാണ് ഈ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് ആവശ്യാനുസരണം നീക്കി വെക്കുകയോ അല്ലെങ്കിൽ ഈ എലമെൻസുകൾ മാറ്റുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഏറ്റവും നല്ലത് നിങ്ങൾ കുറച്ചും കൂടെ നന്നായിട്ട് ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ എലമെൻസുകൾ മാറ്റുന്നത് തന്നെയായിരിക്കും നല്ലത്. കളേഴ്സും ബാക്കി കാര്യങ്ങളൊക്കെ വഴിയെ നമുക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഈ ഡിസൈൻ അവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇനി ഫോട്ടോസിൽ പോയിട്ട് ഫോട്ടോസ് സെലക്ട് ചെയ്യാം, സെർച്ച് ചെയ്യാം. ഐസ്ക്രീം ഈ സ്പെസിഫിക് ഐസ്ക്രീം ആണെങ്കിൽ അത് ജസ്റ്റ് സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. ഏത് ടൈപ്പിലുള്ള ചോക്കോബാർ ആണെങ്കിൽ അങ്ങനെയല്ല, കോണൈസ് ആണോ, വാട്ടെവർ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഓർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള സെർച്ചിങ് ആയിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. ഞാൻ ഇതിനകത്ത് ഇത് സെലക്ട് ചെയ്ത് ഓൾറെഡി ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. സോ സിമ്പിളായിട്ട് അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യാത്തതാണെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്ത് വെച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ എലമെൻറ്റ് ഇവിടെ ആപ്റ്റ് അല്ല, നമുക്കത് മാറ്റാം. ബാക്ക്ഗ്രൗണ്ടിലുള്ള എലമെൻറ്റ് ഓക്കെയാണ്, അതവിടെ നിൽക്കട്ടെ. ആൻഡ് ഇത് ആവശ്യമില്ല. സൈസ് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഒരു എലമെൻറ്റ് ആവശ്യമുണ്ട്. സോ എലമെൻറ്റിൽ പോവാം. ഇതാണ് നമുക്ക് സ്റ്റിക്കേഴ്സ്. അനിമേറ്റഡ് ആണ്. അനിമേറ്റഡ് അല്ലാത്ത ഡിസൈൻസ് നോക്കാം. ഗ്രാഫിക്സ് നിങ്ങളുടെ ഒരുപാട് സെറ്റൊക്കെ കാണുന്നുണ്ട്. നമുക്ക് ഏത് ടൈപ്പാണോ വേണ്ടത് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഞാൻ തൽക്കാലം ഒരെണ്ണം എടുക്കാം.
നിങ്ങൾക്ക് ആവശ്യാനുസരണം നിങ്ങളുടെ ഇമേജിന് പറ്റിയത് അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസൈനിന് പറ്റിയത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക കേട്ടോ. തൽക്കാലം ഞാൻ ഇതിനകത്തുനിന്ന് ഒരെണ്ണം എടുക്കുന്നുണ്ട്. സോ ഇത് ഞാൻ ചൂസ് ചെയ്യുന്നു. ഇതിപ്പോൾ കണ്ടോ, മുകളിലാണ് അപ്ലൈ ആയിട്ടുള്ളത്. നമുക്കിത് താഴത്തേക്കാണ് വേണ്ടത്. പൊസിഷൻ ബാക്ക് ടു ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ ബാക്കിലേക്ക് പോകും. കുഴപ്പമില്ല, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഈ കൊടുത്തേക്കുന്നത്, അപ്പോൾ അത് നമുക്ക് വിഷയമല്ല. സോ ഇത് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ സെലക്ട് ചെയ്തതിൻ്റെ മുകളിലുള്ള സാധനം ഏറ്റവും ടോപ്പിലുള്ളതായിരിക്കും സെലക്ട് ചെയ്യുക. നമുക്ക് ഈ സംഭവം സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ ഇത് ലെയർ എന്ന് പറയുന്ന ഓപ്ഷൻ, പൊസിഷനിൽ തന്നെ വന്നിട്ട് ലെയർ എന്ന് പറയുന്ന ഓപ്ഷൻ നോക്കുക. ഇപ്പോൾ ലെയറിൽ കണ്ടോ, ഈ റൗണ്ടാണ് മുകളിൽ കിടക്കുന്നത്. അപ്പോൾ ഇതിനെ താഴത്ത് ആക്കി വെക്കുക, അല്ലെങ്കിൽ ലെയറിൽ നിന്ന് താഴത്ത് ആക്കുന്ന നിർബന്ധമില്ല. ജസ്റ്റ് ഇത് സെലക്ട് ചെയ്യുക, ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ ഇതിൽ പോവുക, ആൻഡ് ഇതിനകത്തുനിന്ന് ആപ്റ്റായിട്ടുള്ള ഒരു കളർ ചൂസ് ചെയ്ത് കൊടുക്കുക. നമ്മളെ ഇതിനകത്തുനിന്ന് തന്നെയുള്ള കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ദെൻ ഒപ്പാസിറ്റി ചെറുതായിട്ട് കുറച്ച് കൊടുക്കാം. ഓക്കെ, ആൻഡ് ഇനി ഇവിടെ ബാക്കി കണ്ടന്റുകൾ നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ഓൺലി ഫോർ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. സൂം ചെയ്ത് വെച്ച് ഇതൊക്കെ ഇതിനകത്തുനിന്ന് ഒഴിവാക്കാം. ഇത് താഴത്തേക്ക് വെച്ചാൽ മതി കേട്ടോ, ഞാൻ ജസ്റ്റ് നീക്കി വെക്കുന്നതെന്നുള്ളൂ. ഇനി ഇതിനകത്ത് നമുക്കൊരു റേറ്റ് കട്ട് ഇട്ടതിന് ശേഷം നമ്മളുടെ റേറ്റ് ആഡ് ചെയ്യണം. എത്ര ആയിരിക്കും ഇതുപോലത്തെ റൈസിന്? എനി ഐഡിയ? I have no idea actually. I think 50 rupees. ഇപ്പോൾ റുപ്പീ സിമ്പിൾ നമ്മൾ മൊബൈലിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റുപ്പീ സിമ്പിൾ ഇവിടെ ടൈപ്പ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഇപ്പോൾ നമുക്ക് റുപ്പീ സിമ്പിൾ ഇല്ല. സോ നമ്മൾ ടൈപ്പ് റുപ്പീ സിമ്പിൾ ജസ്റ്റ് സെർച്ച് കൊടുക്കുക, ഫസ്റ്റ് തന്നെ വരും റുപ്പീ സിമ്പിൾ. സോ ഇതൊന്ന് കോപ്പി ചെയ്യുക, Ctrl+C, പേസ്റ്റ് കൊടുക്കുക. ഓക്കെ, മാച്ച് ആയിട്ടുള്ള റുപ്പീ സിമ്പിൾ വന്നോളും. അപ്പോൾ 50 റുപ്പീസാണ് ഇത്. അപ്പം നമ്മൾ 50% ഓഫാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എത്ര കൊടുക്കണം? ഇതിൻ്റെ മുകളിൽ മറ്റൊരു നമ്പറും കൂടെ എഴുതണം അല്ലേ. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, ആൻഡ് ആക്ച്വൽ പ്രൈസ് എത്രയാണ്? 100 ആണ്. ഓക്കെ, 100 മാറ്റിയിട്ട് നമുക്ക് 50 ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ട്രൈക്ക് ത്രൂ കൊടുത്തിട്ട് ചെയ്യാം, പക്ഷെ ഇത് അത്ര എഫക്റ്റീവ് അല്ല. ലൈക്ക് നമ്മളുടെ എലമെൻറ്റ്സിൽ വന്നിട്ട് ക്രോസ് സെലക്ട് ചെയ്ത് കൊടുക്കുക, സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രോസസ് കാണാൻ പറ്റും. ഇൻറ്റു മാർക്ക് എന്നോ ക്രോസ് എന്നൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇത് സെലക്ട് ചെയ്ത് ഇതിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യുക. ഇവിടെ നോക്കുക, ഇതിൻ്റെ താഴെയാണ് പ്ലേസ് ആയിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? പൊസിഷനിൽ വരിക, മുകളിലേക്ക് ആക്കുക. ഒന്നുകിൽ ലെയർ വൈസ് മുകളിലേക്ക് ഡ്രാഗ് ചെയ്തിടാം, അല്ലെങ്കിൽ നമ്മൾ അറേഞ്ചിനകത്ത് ഓരോന്നോരോന്ന് അപ്പ് ചെയ്തിട്ട് ചെയ്താലും മതി. 100 കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് വന്നു. ഇനി തൽക്കാലം ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇനി കോൾ ആക്ഷനും ബാക്കി സാധനങ്ങളും ആണ് വേണ്ടത്, അത് അതുപോലെ തന്നെ കീപ്പ് ചെയ്യുന്നു. എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യണം. സോ നിലവിലുള്ള ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ ഇവിടെ ഇതിനകത്തൊരു ഇത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ കളർ മാറ്റുന്നു. ഞാൻ സെലക്ട് ചെയ്യുന്നു. എനിക്കൊരു ഗ്രേഡിയൻ്റ് ആണ് ആവശ്യം. ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്തു. ഇവിടെ കളർ സെലക്ട് ചെയ്യുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, അതിൽ ഏതെങ്കിലും ഓപ്ഷൻ ഉപയോഗിക്കാം. ഈ ചോക്ലേറ്റിൻ്റെ കളർ വേണമെങ്കിൽ അതെടുക്കാം, ഡാർക്ക് ചോക്ലേറ്റ് കളർ വേണമെങ്കിൽ അങ്ങനെ ഏത് കളറാണോ വേണ്ടത് അവിടെ നിന്ന് എടുക്കാം. അല്ലെങ്കിൽ ഇവിടെ ഗ്രേഡിയൻ്റ് ഓപ്ഷൻ ഉണ്ട്, ഈ ഗ്രേഡിയൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ ഗ്രേഡിയൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. ഓക്കെ, ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, 2 കളേഴ്സാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് നമ്മൾ ഫസ്റ്റ് കളറായിട്ട് നമ്മളുടെ ചോക്ലേറ്റിൻ്റെ കളർ സെലക്ട് ചെയ്ത് കൊടുക്കും.
ഒരു കളർ. ഇപ്പോൾ ഒരു സൈഡിലുള്ള കളർ ചോക്ലേറ്റ് കളർ, മറ്റൊരു ഡാർക്ക് കളറുമായി. ഇനി ഈ സ്റ്റൈലിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ടോ, ഇതുപോലെ നമുക്ക് സെലക്ട് ചെയ്യാം. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രേഡിയൻസ് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഈ ഗ്രേഡിയൻ്റെ അടുത്ത് നമുക്ക് ഈ കളറ്, ഈ ഔട്ടർ കളർ ബ്ലാക്കും സെൻട്രൽ കളർ ബ്രൈറ്റും ആണ് വേണ്ടത്. അപ്പോൾ ഇത് ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് സ്വിച്ച് ചെയ്ത് വെച്ചാൽ മതി. ഇനി വേറെയും കളേഴ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 1 ക്ലിക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുക ആൻഡ് ഏത് കളറാണോ വേണ്ടത് അത് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്കോ മറ്റൊക്കെ നിങ്ങൾക്ക് ഒത്തിരി കളേഴ്സുള്ള ഗ്രേഡിയൻറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുക. ഇനി ഇതിനകത്തുള്ള കളർ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇൻടു മാർക്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ രീതിയിലുള്ള പോസ്റ്റർ റെഡിയായി. ഇനി കളറൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളർ ചൂസ് ചെയ്യാം. ഇനി ഇത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല, ഇതിപ്പോൾ ഇത് ഓക്കെ ആണോ, ഈ കളർ ഓക്കെ ആണോ, ഇതിൻ്റെ ഒരു ഡിഫറെൻറ്റ് വേരിയൻ്റ് ഉണ്ടാക്കണം, ഈ കളറൊന്നും ഇതിന് മാച്ചല്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റും കൂടെ എടുക്കുന്നുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്യും. ഇതിൻ്റെ മലയാളം വേർഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഡിസൈൻസിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് ഡിസൈനാണ്. ആൻഡ് സ്റ്റൈലിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒത്തിരി സ്റ്റൈലുകൾ ഇവിടെ കൊടുത്തേക്കുന്നതാണ്. നമ്മൾ മുമ്പ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളതുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഇമേജിനകത്തുള്ള പാലറ്റ്, കളർ പാലറ്റ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ സപ്പോസ് എടുക്കുന്ന സമയത്ത് ഏറ്റവും നല്ലത് നമ്മളുടെ ഇമേജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കളേഴ്സ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു, അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കളർ ഇവിടെ അപ്പിയർ ആവും. ഇവിടെ ഷഫിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ആ കളറുമായിട്ട് ഷഫിൾ ചെയ്ത് ക്രിയേറ്റ് ആകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഒറ്റ യൂണിഫോം കളറിലേക്ക് നിങ്ങൾക്കിത് ചെയ്യാനായിട്ട് സാധിക്കും. അല്ല നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ പാലറ്റ് വേണം എന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കളർ പാലറ്റേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒത്തിരി കളർ പാലറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. ആൻഡ് വെറൈറ്റി കാറ്റഗറീസ് ഉണ്ട്. ക്രിയേറ്റീവ്, ആർട്ടിസ്റ്റിക്, യൂത്ത്ഫുള്ള്, ഇല്ലസ്ട്രേറ്റീവ്, ഇങ്ങനെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ പാലറ്റ്സുകൾ അവൈലബിൾ ആണ്. ഇതിൽ ഏത് കളർ പാലറ്റ് ആണോ വേണ്ടത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി കളർ മാത്രമല്ല നിങ്ങൾക്ക് ഫോണ്ടും കൂടെ ചേഞ്ച് ചെയ്യണം. ഇത് കോമ്പിനേഷൻ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോണ്ട് അടക്കമുള്ള ചേഞ്ചസ്, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫോണ്ടുകൾ, അതായത് നിങ്ങൾ ഒരു ഡിസൈൻ ചെയ്താൽ മതി, നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോർമാറ്റിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കണ്ടോ, ഇനി ഇതും ഷഫിൾ ചെയ്യാം. ഇപ്പോൾ ലെറ്ററിൻ്റെ കളർ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇത് കളേഴ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനൊക്കെ ഈ ഓപ്ഷൻ ഉപയോഗിക്കാം. ഓക്കെ, സോ ഇനി ഫോണ്ടുകൾ മാത്രമാണ് ചേഞ്ച് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ഫോണ്ട് സെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഫോണ്ട് സെറ്റുകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് ടൈപ്പാണോ അല്ലെങ്കിൽ ഏത് കൈൻഡ് ഓഫ് സാധനങ്ങളാണോ വേണ്ടത് നിങ്ങൾക്ക് ചെയ്യാം. ഇനി നിങ്ങൾ തന്നെ ചെയ്ത് വെച്ചിട്ടില്ല, അപ്പോൾ നിങ്ങളൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫോണ്ടുകളും കളേഴ്സൊക്കെ, അത് ഞാൻ പറഞ്ഞ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു, അതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഇപ്പോൾ സപ്പോസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള പോസ്റ്റേഴ്സ് അതിൻ്റെ അതേ ഫോണ്ടുകളും കളേഴ്സൊക്കെയാണ് ഉപയോഗിക്കണമെങ്കിൽ സിംപ്ലി അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ മതി. നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള കളർ പാലറ്റുകൾ, കാര്യങ്ങൾ, ലെറ്റർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇത് ഉപയോഗിക്കാം. സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ഡിസൈനിലുള്ള കളേഴ്സ്, നിങ്ങളുടെ ഡിസൈനിലുള്ള പോസ്റ്റേഴ്സ്, നിങ്ങളുടെ ബ്രാൻഡിൻ്റെ പോസ്റ്റേഴ്സും കളേഴ്സും ഒക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ ആണോ? ഇതുമായിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ചോദിക്കാൻ പറ്റുന്നവർ, അൺമ്യൂട്ട് അല്ലാതെ ടെക്സ്റ്റ് ചെയ്ത് ചോദിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കുറേ ഡിസൈൻ എലമെൻറ്റ്സിലൊക്കെ മാറ്റങ്ങൾ വരും. അതൊക്കെ പിന്നീട് നിങ്ങൾ പ്ലേസ് ചെയ്യുക, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഐ തിങ്ക് നമ്മൾ സെലക്ട് ചെയ്ത സാധനം തന്നെയാണ് ബെറ്റർ. പക്ഷേ ഇതിലെ കളേഴ്സ് നമുക്കൊന്ന് കറക്റ്റ് ചെയ്യണം. ഈ കളർ മാറ്റിയിട്ട് ഇതിനകത്ത് നമ്മൾ നേരത്തെ ഉപയോഗിച്ച കളേഴ്സ് തന്നെ ഉപയോഗിക്കണം. അപ്പോഴേ യൂണിഫോമിറ്റി കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മളുടെ ഇതിനകത്തുള്ള കളർ ഉപയോഗിച്ചാലും മതി. സിംപ്ലിസിറ്റി, ഇതിന് കളർ ഇരിക്കട്ടെ.
ഇനി നമുക്ക് ഈ 50% കുറച്ച് വലുതാക്കാം. അപ്പം ഇതിന് ഇവിടെ വെച്ചിട്ട് വലുതാക്കിയാൽ ആ ബോക്സിനകത്തുള്ള 2 ഫോണ്ടുകളും വലുതാവാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിന് പകരം എന്ത് ചെയ്താൽ മതി, ഇതിനെ കട്ട് ചെയ്തെടുക്കുക. Ctrl+X കട്ട് ചെയ്യുക, അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് കട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താലും മതി കേട്ടോ. ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു, ഇതിനകത്ത് കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ സൈസ് നമുക്ക് ഇവിടെ വെച്ചിട്ട് കൂട്ടാം. ഇവിടെ വെച്ച് കൂട്ടുകയോ ഈ ലെറ്റർ ബോക്സ് വലുതാക്കുകയോ ഒക്കെ ചെയ്യാം. 50% ഓഫ് എന്നാണ് കൊടുക്കേണ്ടത്, ഓഫർ അല്ല. സോറി, 50% ഓഫ്. ഈ ലെറ്റർ ബോക്സ് ഭയങ്കര വലുപ്പം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലെറ്റർ ബോക്സ് മാത്രമായിട്ട് കുറക്കാം കേട്ടോ. നമ്മൾ നേരത്തെ എടുത്ത അത്രയും ടെക്സ്റ്റിൻ്റെ ആണ് ഈ കാണുന്നത്. 50% ഓഫ്. ഇത് കംപ്ലീറ്റ് വലിയ ടെക്സ്റ്റ് ബോക്സ് ആണ്. സോ ടെക്സ്റ്റ് ബോക്സ് ചെറുതായി കഴിഞ്ഞാൽ നമുക്കത് പ്ലേസ് ചെയ്യാൻ ഈസി ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ കണ്ടോ സെൻറ്ററായിട്ട് അത് അലൈൻമെൻറ്റ് തന്നെ കറക്റ്റ്. ഇനിയിപ്പോൾ അങ്ങനെ വന്നില്ലെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്യുക, രണ്ടും കൂടെ ഒരുമിച്ച് സെലക്ട് ചെയ്യുക. ഒരുമിച്ച് സെലക്ട് ചെയ്യാനായിട്ട് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് സെലക്ട് ചെയ്താൽ മതി. കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നവർ രണ്ടെണ്ണം സെലക്ട് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കുന്നവർ, മൊബൈൽ ഫോൺ ഉപയോഗിക്കണമെങ്കിൽ ഇവിടെ മോർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഒരു ലിസ്റ്റ് വരും. അതിനകത്ത് മൾട്ടിപ്പിൾ സെലക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും, സെലക്ട് മൾട്ടിപ്പിൾ എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും. അത് ഉപയോഗിച്ച് ചെയ്യാം. ഇനി അലൈൻമെൻറ്റിൽ വരിക, പൊസിഷനിൽ വരിക. പൊസിഷനിൽ അലൈൻമെൻറ്റിനകത്ത് നമുക്കിത് സെൻറ്ററാണ്, സെൻറ്ററല്ലോ, മിഡിലാണ്, ഓൾറെഡി മിഡിലാണ്. ഓക്കെ ഫൈൻ. ഇനി ഇതിൻ്റെ തന്നെ മലയാളം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഒബ്ജക്റ്റിൽ ഉള്ളിൽ എങ്ങനെ പൊസിഷൻ കറക്റ്റായി സെറ്റ് ചെയ്യാം. ഒബ്ജക്റ്റ് ഉള്ളിൽ എങ്ങനെ പൊസിഷൻ കറക്റ്റായി സെറ്റ് ചെയ്യാം. ഒബ്ജക്റ്റ് ഉള്ളിൽ നിന്ന് ഉദ്ദേശിച്ചത് എങ്ങനെ ഒന്നും മനസ്സിലായില്ല. ഒബ്ജക്റ്റ് യെസ്, അലൈൻമെൻ്റ് ആണ് ഉദ്ദേശിച്ചത്. സി ഇവിടെയും അലൈൻമെൻറ്റ് കിട്ടും, ഒബ്ജക്റ്റിനുണ്ടോ അലൈൻമെൻറ്റ് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത പോലത്തെ ഒബ്ജക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സി ഡിസൈൻ ഇതാണ് എടുക്കുന്നത്. ഇത് കണ്ടോ, ഇതൊരു ഭാഗത്തേക്ക് തൂങ്ങിയിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഇത് ക്രോപ്പ് ചെയ്യണം. ക്രോപ്പ് ചെയ്തിട്ട് ഇത് മാത്രമാക്കിയിട്ട് നിർത്തുക. അപ്പോഴേ നമുക്ക് സെൻട്രലൈസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്കത് സെൻട്രലൈസ് ചെയ്യാൻ പറ്റില്ല. അതല്ലേ ഉദ്ദേശിച്ചത്. സത്യരാജ്, ഷിജു സത്യരാജ്. ഓക്കെ, ഇപ്പോൾ കണ്ടോ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാം, സെൻട്രലായിട്ട് തന്നെ പ്ലേസ് ചെയ്യാൻ പറ്റും. ഇതല്ലേ ഉദ്ദേശിച്ചത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യൂ കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മലയാളം എങ്ങനെ ചെയ്യാൻ നോക്കാം.